ഇത് നിന്ന് നിപ്പി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇച്ചിരി ഒരു 2-3 മണിക്കൂർ കുതിരണം എങ്കിൽ നന്നായിട്ട് കിട്ടും. 1 മണിക്കൂർ കുതിർന്നതേ ഉള്ളൂ ഇത്. ഓക്കെ, അപ്പോൾ കഴിച്ചോ. പുതിയ 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 സാധനങ്ങൾ, നാടൻ സാധനങ്ങൾ കടയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെ വീഡിയോയ്ക്ക് നേരമില്ല അപ്പം. ഹലോ, ഹെഡ്മയിലൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. അപ്പോൾ ഇത് ഇന്നലെ രാത്രി തന്നെ കറി വെച്ചതാണ്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞില്ലായിരുന്നു, നെയ്മീൻ മേടിച്ചെന്ന് നമുക്ക് ഓർഡർ ഉള്ളതുകൊണ്ട് അച്ചാറിടാനായിട്ട്. അപ്പോൾ അതിൻ്റെ തലയൊക്കെ കുറച്ചെടുത്ത് രാത്രി തന്നെ കറി വെച്ചായിരുന്നു. അതുകൊണ്ട് ഇന്നത്തേക്ക് കറി ഇതാണ്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം. ഫ്രഷായിട്ട് വെച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ പ്രത്യേക ഒരു രുചി ഉണ്ടായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിൽ, ഞാൻ പലപ്പോഴും വീഡിയോകളിൽ കാണിക്കാറുണ്ട്, ഒരു പുതിയ വീടുണ്ട് വർക്ക് ഏരിയയുടെ ഫ്രണ്ടിൽ. അപ്പോൾ അവിടുന്ന് താമസമൊന്നും ആയിട്ടില്ല, തൂത്തുവരാനൊക്കെ ആഴ്ചയിലൊക്കെ വരും. അപ്പോൾ അവിടുന്ന് തന്നതാണ് കേട്ടോ. ആ ഉണ്ടമുളക് നമുക്ക് വിത്തിന് വേണ്ടി തന്നതാണ്. അത് ഞാൻ വെച്ചിട്ടുണ്ട് പാകാൻ വേണ്ടി. ഇത് നമ്മുടെ ഇവിടുന്ന് കൊടുക്കുന്ന വാട്ടക്കപ്പയാണേ. അന്നോട്ടേ വിചാരിക്കുകയാണെന്ന് വേവിക്കണമെന്ന് ഇതുവരെ പറ്റിയിട്ടില്ല. സാധാരണ നമ്മൾ വാട്ടക്കപ്പയൊക്കെ തലേന്ന് രാത്രിയിലേ ഇടണമെന്നല്ലേ പറയണേ. ഇതിപ്പോൾ കണ്ടോ, കുതിർന്നു തുടങ്ങി. 1/2 മണിക്കൂർ ആയിട്ടില്ല വെള്ളത്തിൽ ഇട്ടിട്ട്. കണ്ടോ, എനിക്ക് തോന്നുന്നു ഇപ്പോൾ തന്നെ എടുത്ത് അടപ്പേ വെക്കാമെന്ന്. എന്നാലും ഇച്ചിരി കൂടെ കിടക്കട്ടെ, ഇടയ്ക്കെങ്ങാണം കട്ടിയുള്ളതുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് തിളച്ചാൽ മതി. നന്നായിട്ട് വേവുന്ന കപ്പയാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ പച്ചക്കപ്പ പല പ്രാവശ്യം ഞാൻ നമ്മുടെ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ട്. ഒന്ന് തിളച്ചാൽ മതി, അത്രയ്ക്ക് രുചിയുള്ള കപ്പയാണ്. നമ്മൾ രാത്രിയിലെടുത്ത് വെള്ളത്തിൽ ഇടുവോ അങ്ങനെ ഒന്നുമില്ല. ഇടയ്ക്ക് ഇതൊരെണ്ണം ഇതുപോലെ ഇടയ്ക്ക് കട്ടിയുള്ളതുണ്ടെങ്കിലേ. അപ്പോൾ ഇത് മേടിച്ച എല്ലാവരും പറയുന്നതാണ്, നല്ല ക്ലീൻ കപ്പയാണ്, നീറ്റാണ്, നല്ല എന്താണ് പൊടിയോ അഴുക്കോ അങ്ങനെയുള്ള ഒന്നുമില്ല, അധികം നാരുമില്ല, അങ്ങനെയുള്ള കപ്പയാണിത്. അപ്പോൾ ഇത് വേവിക്കണം. കാരണം രാവിലെ തൊട്ടേ ജോസാൻ പറയുന്നുണ്ട് നെയ്മീൻ്റെ തലക്കറിയൊക്കെ ഉണ്ട്, എന്നിട്ട് ഇച്ചിരി കപ്പയോ ചക്കയോ ഒന്നുമില്ലല്ലോ. ദാണ്ട് ഇതുപോലെ ഇച്ചിരി അകത്തേ ചിലത് കുതിരാനുണ്ട്, അതുകൊണ്ട് കുറച്ച് നേരം കൂടെ കിടക്കട്ടെ. അപ്പോൾ ഇതൊരു 1 മണിക്കൂർ കുതിർന്നതേ ഉള്ളേ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഞാൻ അടപ്പിൽ വെച്ചിട്ടുണ്ട്. ഞാൻ കപ്പ വേവിക്കാനുള്ള യാതൊരു പ്ലാനും ഇല്ലായിരുന്നു. അപ്പോഴാണ് ജോസാൻ പറഞ്ഞത്, മീൻകറി ഉണ്ടല്ലോ, ഇത്തിരി കപ്പ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അങ്ങനെ ഒരു 11:30 കഴിഞ്ഞു ഞാനിത് വെള്ളത്തിൽ ഇടുമ്പോൾ തന്നെ. അപ്പോൾ ഒരു 12:30 ആകുമ്പോഴെങ്കിലും അത് വെച്ചെങ്കിലല്ലേ റെഡിയായി കിട്ടത്തുള്ളൂ ഉച്ചക്കത്തേക്ക്. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് വേവിച്ചതാണ്. മസാലയ്ക്കായിട്ട് തേങ്ങ, പിന്നെ കാന്താരി ഉള്ളത് കൊണ്ട് കാന്താരി, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ജീരകപ്പൊടി ഉള്ളത് കൊണ്ട് ഞാനിത്തിരി ജീരകപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് കൊച്ചുള്ളി ഇട്ടിട്ടുണ്ട്, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം ഇട്ട് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ കോൺഫിഡൻസോടുകൂടി വേവിക്കാൻ ഇത്രയും കുതിർന്നാൽ മതി എന്നുള്ള ചിന്തയോടെ ഇടാൻ കാര്യവും, എൻ്റെ കയ്യിൽ നിന്ന് കപ്പ മേടിച്ച നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഉച്ചയ്ക്ക് കൊറിയർ കിട്ടി. എനിക്കൊരു വൈകിട്ട് ഒരു 7 മണിയായെന്ന് തോന്നുന്നു. ഒരു വാട്സപ്പിലൊരു ഫോട്ടോ വന്നു, ചേച്ചി ഉച്ചയ്ക്ക് കപ്പ കിട്ടി, ഇതാ വേവിച്ചു, നല്ല ഫൈനായിട്ട് കുഴഞ്ഞു കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് അതിശയമായിപ്പോയി. ഞാൻ പറഞ്ഞു, അയ്യോ തലേന്ന് രാത്രിയിലൊന്നും ഇടണ്ടേ, കാരണം ഈ ഉണക്ക കപ്പ ഞാൻ ഇതുവരെ വേവിച്ചിട്ടില്ലായിരുന്നു, ഞങ്ങൾ ഇവിടെ മേടിച്ചത്. അപ്പോൾ പറഞ്ഞു, ഇല്ല ചേച്ചി 1-2-3 മണിക്കൂർ കുതിർന്നു, അത് മതി, നന്നായിട്ട് കുഴഞ്ഞു കിട്ടി, നല്ല രുചിയുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇത് വെച്ചാണ് ഞാനും എങ്കിൽ ശരിയാണല്ലോ, ഇത്രയൊക്കെ കുതിർന്നാൽ മതിയല്ലോ എന്നും പറഞ്ഞ് ഞാനും ചെയ്തത്. അപ്പോൾ ഞാനിത് ഒറ്റ ഒരു തിളയെ വന്നിട്ടുള്ളൂ. ഞാൻ ഒരു സാധാരണ പച്ചക്കപ്പയൊക്കെ വേവിക്കുമ്പോൾ ഞാൻ ഒന്ന് തിളച്ച് ഊറ്റിയിട്ട് വീണ്ടും ഒരു വെള്ളം കൂടി ഒഴിച്ച് തിളപ്പിക്കും, 2 തിളച്ച് ഊറ്റും. ഇത് ഒന്നേ തിളച്ച് ഊറ്റിയിട്ടുള്ളൂ. അതിനുശേഷം അരപ്പും ഉപ്പും ഒക്കെ ഇട്ട് നല്ലതുപോലെ അടച്ചൊന്ന് ആവിയിൽ വേവിക്കാനായിട്ട് വെച്ചു. വെള്ളമയം ഇല്ല എന്നുണ്ടെങ്കിൽ ഇത്തിരി മിക്സിയുടെ ജാറ് കഴുകി ഇത്തിരി വെള്ളം കൂടി ചേർത്തിട്ടുണ്ടേ. അപ്പോൾ അതവിടെ കിടക്കട്ടെ, അപ്പോഴത്തേക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇതാണ് ഞാൻ മീനും ബീഫും ഒക്കെ കഴുകി വൃത്തിയാക്കുന്ന എൻ്റെ വലിയ ചരുവങ്ങൾ കേട്ടോ. ഇത് ആക്ച്വലി ബോംബെ വെച്ചേ മേടിച്ചതാണ്. നമ്മൾ ഒരു കുട്ടിയൊന്നും മേടിച്ചതല്ല, റോഡരികിൽ വിൽക്കാൻ കൊണ്ടുവന്നപ്പോൾ നല്ലതായിട്ട് തോന്നി, അന്ന് വെള്ളമൊക്കെ പിടിച്ച് വെക്കാനും ഒക്കെ ആയിട്ട് മേടിച്ചതാണ്. ഇവിടെ വന്നിട്ട് പിന്നെ ഇതിനു വേണ്ടിയാണ് ഇപ്പോൾ ഇത് സ്പെഷ്യലായിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി. വളരെ ഉപകാരമാണ് എനിക്കിത് കേട്ടോ. അപ്പോൾ തുണി കഴുകാനായിട്ട് കുറച്ച് മെഷീനിൽ ഇട്ടിട്ടുണ്ട്, വെള്ള തുണികളും അല്ലാതെ കഴുകാനായിട്ട് ഹാൻഡ് വാഷിനായിട്ട്. സാധാരണ മെഷീനിലിട്ട് തന്നെ വെള്ള തുണികൾ സെപ്പറേറ്റ് കഴുകിയായിരുന്നു, പക്ഷേ എന്തോ എനിക്ക് അതിനോട് അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. അതുകൊണ്ട് ചർച്ചിലൊക്കെ പോകുന്നതും അല്ലാത്തതുമായിട്ടുള്ളത് ഹാൻഡ് വാഷ് ചെയ്യാൻ വേണ്ടി കുതിർക്കാമെന്ന് വെച്ചു. ജോസാൻ്റെ ഒരു സെക്ഷൻ സെപ്പറേറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ജോസാനും നേരത്തെ മെഷീനിലൊക്കെ ഇടുമായിരുന്നു, പക്ഷേ ഇപ്പം നല്ല ജീൻസും ഷർട്ടുകളും
ഒക്കെ ഹാൻഡ് വാഷാണ് ചെയ്യുന്നത്. അപ്പോൾ അതും മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇന്ന് കഴുകണം. പല സെക്ഷനായിട്ടാണ് കഴുകുന്നത് കേട്ടോ. സമയം കിട്ടുന്നതിനനുസരിച്ച് ഓരോരോ സെക്ഷനായിട്ട് കഴുകും. മെഷീനാണെങ്കിലും സെമി ഓട്ടോമാറ്റിക് ആണല്ലോ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ടെന്ന് പറയുന്നില്ല, ബാക്കിയൊക്കെ ആ മെഷീൻ തന്നെ ചെയ്തോളുമല്ലോ. എനിക്ക് ഏറ്റവും ഉപകാരമായ കാര്യങ്ങളാണ് കേട്ടോ ഇവിടുത്തെ ഈ പാത്രം കഴുകാനുള്ള ഇങ്ങനെയൊക്കെ കെട്ടിപ്പൊക്കി ഇട്ടേക്കുന്നത്. ആദ്യമായിട്ട് വീട്ടിൽ വരുന്നവർ ചോദിക്കും, അയ്യോ ഇതെന്തോ 2 അലക്കുകല്ലോ എന്ന്. പക്ഷേ കാരണം അങ്ങനെ തോന്നുന്നത്, ഒരു അലക്കല്ല് അപ്പുറത്ത് ഒരെണ്ണം, സാധാരണ അലക്കല്ലല്ലേ ഇങ്ങനെ കെട്ടിയിടുന്നത്. അപ്പം നേരത്തെ ജോസാൻ ഇത് ചെയ്യിപ്പിച്ചതാണ്. കരിക്കലം കഴുകാനും മീൻ വെട്ടാനും ഒക്കെ ആയിട്ട് എനിക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ഇപ്പോൾ ഇതൊക്കെ. അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഉപ്പാട് വന്നേനും കേട്ടോ. കാരണം കഴുകി എടുക്കാനാണെങ്കിലും പാത്രങ്ങൾ കഴുകി വെക്കാനാണെങ്കിലും വർക്ക് ഏരിയയിലോട്ട് ഇവിടുന്ന് അങ്ങ് കഴുകി വെച്ചാൽ മതി. ആ ഒരു ഇതുകൊണ്ടാണ് വർക്ക് ഏരിയ ഗ്രില്ലിടാത്തത് തന്നെ. കാരണം എല്ലാം കഴുകി അങ്ങോട്ട് കമത്തി വെക്കും. ഭയങ്കര ചില കാര്യങ്ങൾ നമ്മൾ മുന്നമേ ചെയ്യും കേട്ടോ. ഞാൻ ഈ അച്ചാർ ബിസിനസ്സാണ് ഉദ്ദേശിച്ചത്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഞാൻ പറഞ്ഞില്ലേ കാന്താരി കിട്ടിയെന്ന്, ഈ വീട്ടിൽ നിന്നാണ് കാന്താരി തന്നത്. അപ്പോൾ അയ്യത്ത് അവിടെ ഇവിടെയൊക്കെയായി ഈ പപ്പായ അല്ലെങ്കിൽ ഓമയ്ക്ക എന്ന് പറയും, അതിൻ്റെ തൈകൾ വളർന്നു വരുന്നുണ്ട്. ഞാൻ ഒന്നും കളയത്തില്ലേ. കുറച്ച് തണ്ണിമത്തൻ ജ്യൂസ് അടിക്കാനാണ് ഇത്. ഓവർ മധുരമില്ല. തണുപ്പിക്കാതെ കഴിക്കുവാണെങ്കിൽ വലിയ ടേസ്റ്റില്ല കേട്ടോ. തണുപ്പിച്ച് ഇത്തിരി ഒന്ന് കഴിക്കുവാണെങ്കിൽ അത്യാവശ്യം മധുരവുമുണ്ട്, നല്ലതാണ്. പക്ഷേ ഇത് കഴിക്കുമ്പോഴേ ഭയങ്കര നീരാണ് കേട്ടോ. ഒന്ന് തൊടുന്നുടനെ ഇങ്ങനെ നീര് ചാടുക. അപ്പോൾ കുറേ ദിവസമായിട്ട് ചിരിച്ച കഴിക്കുന്നു, ബാക്കി ഇങ്ങനെ ഫ്രിഡ്ജിലിരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചെങ്കിൽ ജ്യൂസ് അടിക്കാമെന്ന്. ജ്യൂസ് അടിക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ, നമ്മൾ കഴിക്കുമ്പോൾ ഈ സംഭവം വെള്ളമൊന്നും കഴിക്കത്തില്ലല്ലോ. ഇതിൻ്റെ ആ ചുമന്ന ഇത് മാത്രമല്ലേ കഴിക്കത്തുള്ളൂ. ജ്യൂസ് അടിക്കുമ്പോൾ ഇതും കൂടി ഇങ്ങ് ജ്യൂസ് അടിക്കാൻ നന്നായിട്ട് നമുക്ക് അതിൻ്റെ നീര് കിട്ടും. അപ്പോൾ ജ്യൂസറിനകത്താണ് ഞാൻ ചെയ്യുന്നത്. ഇതെനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ ജ്യൂസർ എടുക്കുന്നത് കേട്ടോ. ബോംബെ വെച്ച് സ്ഥിരം നമ്മുടെ ടേബിളിൽ ഫിക്സ് ആയിരുന്നു. അത് ക്യാരറ്റ് ജ്യൂസ്, ബീട്രൂട്ട് ജ്യൂസ്, നെല്ലിക്കയുടെ നീരെടുക്കാനാണെങ്കിലും അതുപോലെ ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് അടിക്കാനാണെങ്കിലും ഇവിടെ വന്നേ പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ വന്നേ പിന്നെ ഒരു പ്രാവശ്യം പോലും ഇത് യൂസ് ചെയ്തില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ന് അങ്ങനെ അതിനെ എടുത്തതാണ് കേട്ടോ. ഇതിനകത്താണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ നീര് മാത്രം കിട്ടും. നമ്മൾ അരിക്കൊന്നും വേണ്ട. അരിയും അതിൻ്റെ പിശിടും എല്ലാം വേറെ ഒരു ഭാഗത്തോട്ട് പോകും. മിക്സിയിലാണെങ്കിൽ ചെറുതായിട്ടൊന്നും അരിക്കേണ്ടി വരും, അരിക്കേണ്ടവർക്ക്. പക്ഷേ മിക്സിയിലല്ല, നമ്മുടെ എൻ്റെ ബ്ലെൻഡർ ഉണ്ടല്ലോ, ബ്ലെൻഡറിൽ നന്നായിട്ട് കിട്ടും. പക്ഷേ ഈ കുരുവും കൂടെ അങ്ങ് അരഞ്ഞു പോകുമല്ലോ. ഇത് കുരു ഒത്തിരി ഉണ്ട്. അപ്പോൾ ഈ കുരു എടുക്കാൻ മെനക്കേടായതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതിനകത്ത് ചെയ്യാമെന്ന്. ഇതിനകത്താകുമ്പോൾ കുരു അങ്ങ് സെപ്പറേറ്റ് മാറിക്കോളും. നമുക്ക് ആദ്യമൊക്കെ ഇത് ഹാൻഡിൽ ചെയ്യുമ്പോൾ വിചാരിക്കുമോ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കഴുകിയെടുക്കാനൊക്കെ പാടാണെന്നൊക്കെ ചിന്തിക്കുകയോ. പക്ഷേ ഒരു പാടും ഇല്ല കേട്ടോ, ഈസിയാണ് സംഭവം. ഇത് ടൈറ്റായി. ഇതാണ് ഇതിൻ്റെ ബ്ലേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഇടുന്ന ഒരു ക്ലിപ്പ് പോയി കേട്ടോ, അത് മേടിക്കാനും കിട്ടത്തില്ല. വേണ്ടേ, ഇതുപോലെ ടൈറ്റ് ചെയ്യുന്ന ഒരു സംഭവം അവിടെ ഉണ്ട്. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്യുവാണ്. ഓപ്പൺ ചെയ്യാനായിട്ട് ഇങ്ങനെ അങ്ങ് ഓപ്പൺ ചെയ്താൽ മതി. ഇതിനകത്താണ് അതിൻ്റെ നീര് വീഴുന്നത്. ഞാൻ നേരത്തെ പഴയ ബോംബെ വെച്ചുള്ള വ്ളോഗിൽ ഇതിൻ്റെ വിശദമായിട്ടുള്ളത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേളിൽ ഫ്രൂട്ട്സ് വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഓണാക്കി കൊടുക്കുകയാണ്. ഇത് കണ്ടോ, അതിൻ്റെ അരിയും പിശടും ഒക്കെ കിടക്കുന്നേ. ഇതിനകത്ത് ഇതും വേണമെങ്കിൽ അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രഷ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നല്ല ജ്യൂസ് മാത്രം കിട്ടാൻ നല്ലൊരു ജ്യൂസറാണിത്. ഇപ്പോൾ ഇതൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി കാണും കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 4 വർഷമെങ്കിലും പഴക്കമുണ്ട് ഈ ജ്യൂസറിന്. അപ്പോൾ ഓരോ ദിവസവും പുതിയ പുതിയ ടെക്നോളജി, പുതിയ പുതിയ സ്റ്റൈല് അങ്ങനെയൊക്കെയല്ലേ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ എനിക്ക് അറിയത്തില്ല ഈ മോഡൽ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പക്ഷെ സംഭവം നല്ലതാണ്. ഇതുവരെയും കുഴപ്പമില്ലാതൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് നല്ല ഐസ് പോലെ എടുത്തത്. ഇത് നമ്മൾ ഇതിനകത്തിട്ട് അടിച്ചൊക്കെ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കുടിക്കാൻ പരുവത്തിനുള്ള തണുപ്പായിട്ടാണ് കിട്ടുന്നത്. നല്ല കട്ട ഐസ് പോലെ ഇരിക്കുമായിരുന്നു അത് നമ്മൾ ചെത്തിയെടുത്തപ്പോൾ. അത് ഇത്രയും പ്രോസസ്സിങ് ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് കയ്യിലോട്ട് കിട്ടുമ്പോഴത്തേക്ക് കുടിക്കാൻ പരുവത്തിനുള്ള തണുപ്പായിട്ട് കിട്ടും.
നല്ല ഫൈനായിട്ട് കുഴഞ്ഞ് കിട്ടി കേട്ടോ. എനിക്ക് തന്നെ അതിശയമായിപ്പോയി. അത് മാത്രമല്ല ഭയങ്കര രുചിയായിരുന്നു. ഞാൻ വാട്ടക്കപ്പ കുഞ്ഞിലെ തൊട്ടേ ഇഷ്ടംപോലെ കഴിച്ചു വളർന്നതാണ് കേട്ടോ. കാരണം അമ്മയുടെ വീട് കോന്നിയിലായിരുന്നല്ലോ. അന്നൊക്കെ അവിടെ കപ്പ കൃഷിയായിരുന്നു കൂടുതൽ. ഇപ്പോഴാണ് പിന്നെ കപ്പയൊക്കെ മാറി റബ്ബറായത്. അപ്പോൾ എല്ലാ വർഷവും കപ്പ ഇങ്ങനെ അവിടുത്തെ പാറപ്പുറത്തിട്ടാണ് ഉണക്കുന്നത് കേട്ടോ. അതൊക്കെ ഒരു നൊസ്റ്റാൾജിക്കാണ്. എന്നിട്ട് എല്ലാ വർഷവും അവിടെ ഇങ്ങനെ മാറ്റി വെച്ചേക്കും. അതായത് ഓരോ മക്കൾക്കും ഉള്ള വീതമേ. അതിനകത്ത് ഇങ്ങനെ ഉണങ്ങിയ കപ്പ കാണും, അല്ലാതെ അരിഞ്ഞ് ഡയറക്റ്റ് ഉണങ്ങിയ കപ്പ കാണും. അതുപോലെ തന്നെ ചിപ്സിന് വേണ്ടിയുള്ള വറ്റലിൻ്റെ കപ്പ ഉണ്ടല്ലോ, അത് ഇതൊക്കെ മാറ്റി വെച്ചേക്കും. അപ്പോൾ ഇതൊക്കെ കഴിച്ച് നല്ല ശീലമുണ്ട്. പക്ഷേ ഈ കപ്പയെന്ന് പറയുന്ന ഒരു പ്രത്യേക രുചിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും കൂടുതലായിട്ട് ഓർഡർ ചെയ്യുമെന്ന് എൻ്റെ കയ്യിൽ ഇല്ല. കൂടിപ്പോയാൽ ഒരു 3-4 കിലോ കാണും, അത്രയേ ഉള്ളൂ കേട്ടോ. അതിൽ കൂടുതലില്ല. ബാക്കി എല്ലാം തീർന്നു. അപ്പോൾ എൻ്റെ ഓൾറെഡി മാർച്ചിൽ വെക്കേഷന് വരുന്ന കുറേ പേര് വിദേശത്തു നിന്ന് ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവർക്കുള്ളത് ഞാൻ ഇന്നലെയാണ് എല്ലായിടത്തും മാറ്റി വെച്ച്. ഇടയ്ക്കെങ്ങാണോ ഓർഡർ വന്നാൽ കൊടുക്കാനുണ്ടെങ്കിലോ ഇല്ലെങ്കിലോ ഒന്നും അറിയണമല്ലോ. അവർക്കുള്ളത് മാറ്റി കഴിഞ്ഞിട്ട് ഒരു 3-4 കിലോ ബാക്കിയുണ്ട്. ബാക്കിയെല്ലാം തീർന്നു. അത് യൂസ് ചെയ്തവരൊക്കെ നല്ല റിവ്യൂ ആണ് തരുന്നത് കേട്ടോ. നല്ല രുചിയായിരുന്നു, ഇച്ചിരി എടുത്ത് വേവിച്ചതേ ഉള്ളൂ, കുറച്ചുകൂടി വേവിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞവരുണ്ട്. അപ്പം എന്തായാലും ഇവിടെയും നല്ല ടേസ്റ്റോടു കൂടി കഴിച്ചു. അതും നെയ്മീൻ കറിയും ഒരു പ്രത്യേക രുചിയായിരുന്നു. എനിക്കിനി ഒരു പ്രാവശ്യം കൂടി വേവിക്കണമെന്നുണ്ട് കേട്ടോ. കുറച്ച് ബീഫ് മേടിച്ചിട്ട് ബീഫ് കറിയും കപ്പയും കൂടി വെക്കണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട്. ഇത് ഞങ്ങളുടെ അടുത്തുള്ള വീട്ടിലെ കപ്പയാണ് കേട്ടോ. നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്ന കപ്പ. ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പലർക്കും കൊടുത്തു, പലരും മേടിച്ചു. അത് ഗൾഫിലും പല രാജ്യത്തും ചെന്നു. അവരും ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഞങ്ങളും അതിനൊപ്പം കഴിക്കുന്നു. അച്ചാറിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തലയെല്ലാം കൂടെ ഞങ്ങൾ ഇട്ട് വെച്ചതാണ്. നെമ്മീൻ അച്ചാർ സ്പെഷ്യലായിട്ട് ഇട്ട് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടതാണ്. 2-3 ദിവസമായിട്ട് നല്ല തിരക്കിലാണ് കേട്ടോ. എന്നും തിരക്കാണ്, അതിനേക്കാളും കുറച്ചുകൂടി തിരക്കിലാണ് 2-3 ദിവസമായിട്ട്. കാരണം ഒരുമിച്ചാണ് കുറച്ച് ഓർഡർ വന്നത്. ഒന്ന് UK-ക്കും, ഒന്ന് സൗദിക്കും, ഒന്ന് അമേരിക്കയ്ക്ക്. അപ്പോൾ UK-യുടെയും സൗദിയുടെയാണ് ഇപ്പോൾ പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേശ്ശെ റെഡിയാവുന്നത് ഞാൻ ജോസാൻ്റെ കയ്യിലോട്ട് കൊടുക്കും. ജോസാൻ അത് സമയം പോലെ കടയിൽ നിന്ന് പാക്ക് ചെയ്യും. അച്ചാർ ഐറ്റംസ് എല്ലാം ഞാൻ അകത്തുനിന്ന് എടുത്ത് കൊടുത്തേ പറ്റത്തുള്ളൂ. ബാക്കി നമ്മുടെ മസാലകളും സംഭവങ്ങളും എല്ലാം കടയിൽ തന്നെ ഉണ്ട്. പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടൊരു റീചെക്കിംഗ് ഉണ്ട്. അതായത് എൻ്റെ ഡയറിയിൽ എഴുതിയിരിക്കുന്നതും ജോസാൻ പാക്ക് ചെയ്തതും കറക്റ്റ് ആണോ എന്ന് പറഞ്ഞൊരു ഫൈനൽ ചെക്കിംഗ് ഉണ്ട്. അതിനിടയ്ക്കിടയ്ക്ക് എന്നെ ഇങ്ങോട്ട് വിളിക്കും, ബോക്സിലാക്കുന്നതിന് മുമ്പേ. അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഈ 3 ഒരേ ദിവസം ആയതുകൊണ്ട് ജോസാന് നല്ല ജോലിയായിരുന്നു. കാരണം തലേന്നും പിറ്റേന്നുമായിട്ടായിരുന്നു എല്ലാവരും വന്നെടുക്കുന്നവരായിരുന്നു. കൊറിയർ അയക്കേണ്ട, വന്നെടുക്കുമായിരുന്നു. ഇത് നെയ്യാണ് കേട്ടോ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഓർഡർ ചെയ്തതെന്ന്. എനിക്ക് ഓർഡർ ചെയ്തതിൻ്റെ അത്രയും കിട്ടിയില്ല, കുറച്ചേ കിട്ടിയുള്ളൂ. അപ്പം ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തിരുന്നു. അന്ന് തന്നെ മൊത്തവും സെയിലായി കേട്ടോ. എൻ്റെ അടുത്ത് കുറേ പേര് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി അടുത്ത സ്റ്റോക്ക് വരുമ്പോൾ തരാമെന്ന്. വാട്സപ്പിൽ കോൺടാക്റ്റ് ഉള്ള ഒരു സ്റ്റാറ്റസ് ഒന്ന് ചെക്ക് ചെയ്താൽ മതിയേ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ കഴിഞ്ഞ് നമ്മുടെ നെയ്യിൻ്റെ വീഡിയോ കണ്ടിട്ട് ഇവിടെ ഓയൂന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എന്നെ വിളിച്ചിരുന്നു. അവിടെ നെയ്യുണ്ട് വേണമെന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് സാമ്പിൾ ഒന്ന് ഇച്ചിരി തരാമെന്ന്. കാരണം എനിക്ക് വേണ്ടിയാണ് ഞാനിങ്ങനെ പറയില്ല, ഡയറക്റ്റ് ഓർഡർ ചെയ്ത് എടുക്കത്തേ ഉള്ളൂ. പക്ഷെ മറ്റുള്ളവർക്ക് കൊടുക്കാനാവുമ്പോൾ നമ്മളെല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണമല്ലോ കൊടുക്കാൻ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു. ഇത് നമ്മുടെ UK-ക്ക് വേണ്ടി പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന 2 ബോക്സ് ഉണ്ട്. മീൻ, ബീഫ്, നെല്ലിക്ക, വറുത്ത തേങ്ങ, ചമ്മന്തിപ്പൊടി, സാമ്പാർ പൊടി, പിന്നെ കരിപ്പോട്ടി, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ. ഇത് ഗൾഫിന് കൊണ്ടുപോകാനുള്ള സാധനങ്ങൾ. ഇതെല്ലാം ഇനി ഒന്നുകൂടെ ഒതുക്കണം. അടുത്ത ഇത് കഴിഞ്ഞ ഉടനെ ഒരു അമേരിക്കയുടെ പാക്കിംഗ് ഇപ്പോൾ തുടങ്ങും. അടുത്ത പാക്കിംഗ് തുടങ്ങാൻ പോകുന്നു. അതിന് മുമ്പായിട്ട് ഇതിനെല്ലാം ഇതേ സമയം അവർക്ക് സാധനം കൊടുക്കണം. നാളെ ഇതേ സമയം. ഈ ടൈപ്പ് നൂഡിൽസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഒരു പുതിയ ടൈപ്പ് നൂഡിൽസ്, ഗോതമ്പിൻ്റെ മൈദയല്ല. എൻ്റെ അടുത്ത് എല്ലാവരും പറയുന്നുണ്ട് കൊടുക്കുന്ന സാധനങ്ങളുടെ പ്രത്യേകമായിട്ടൊരു വീഡിയോ ഇടണേന്ന്. ഇതാ കുടംപുളി ഇങ്ങനെ പാക്കിലാക്കി വെച്ചിട്ടുണ്ട്, വേറെ ചാക്കിനകത്തുണ്ട്. പാക്കാക്കി വെച്ചെല്ലാം തീരുന്നല്ലോ, അടുത്തിന് പാക്കാക്കി വെക്കണം. ഇത്തിരി കൂടിയ കാഷ്യൂ ആണ്. ഇത് അമേരിക്കയ്ക്കാണ്. പിന്നെ കാപ്പുപൊടി, കാപ്പുപൊടി. ഇത് നാടൻ കാപ്പുപൊടിയാണ്. കാപ്പിക്കുരു പൊടിച്ച് എടുത്ത്
അല്ലാതെ വരവല്ല. അങ്ങനെ പാക്ക് ചെയ്തേക്ക്. ഇതെല്ലാം അമേരിക്കയ്ക്ക് പോവുക നാളെ. UK ഇല്ലല്ലോ കാപ്പുപൊടിയൊന്നും. ഇല്ല, ഇവിടെ ഗൾഫിനും ഇല്ലല്ലോ. ഗൾഫിന് കാപ്പിപ്പൊടി ഇല്ല. ഇല്ലല്ലോ. പിന്നെ വേറെ എന്ത് ബാക്കി മസാലകൾ? ഇതൊക്കെയാണ് നമ്മുടെ സാധനങ്ങൾ കേട്ടോ. ആവലേസ് പൊടി, ജോസ് ഇങ്ങോട്ട് നീക്കി കുറേ എടുത്ത് വെക്കാനുണ്ട് ഇനി. ആവലേസ് പൊടി, വറുത്ത തേങ്ങ, ഇതിനകത്ത് തന്നെ ചിക്കൻ മസാലയുണ്ട്, സാമ്പാർ മസാലയുണ്ട്. ഇത് കരിപ്പോട്ടി തന്നെ ചുക്ക് കരിപ്പോട്ടിയുണ്ട്, സാദാ കരിപ്പോട്ടിയുണ്ട്. ഇത് വാളംപുളി, ഗരം മസാല, മഞ്ഞൾപ്പൊടി, താഴെ കാശ്മീരി മുളക് പൊടി, വാളംപുളി, മിക്സ് മുളക് പൊടി. അച്ചാറുകളുടെയൊക്കെ പാക്കിങ് കണ്ടോ? 3 പാക്കറ്റ് ഉണ്ട്. ഗൾഫിലോട്ട് ഇങ്ങനെയാണ് പാക്ക് ചെയ്ത്, വിദേശത്തോട്ട് ഇങ്ങനെയാണ് പാക്ക് ചെയ്ത് വിടുന്നത്. ഒരു സ്റ്റാൻഡിങ് പൗച്ച്, അതിനെ വീണ്ടും വാക്ക് കിട്ടുന്നില്ല, റാപ്പിട്ട് ചുറ്റും, പിന്നെ വീണ്ടും അതിനെ പാക്കറ്റിനകത്താക്കും. ലാസ്റ്റ് വീണ്ടും സീലിംഗ്. ആദ്യം ഒരു സീലിംഗ്, ലാസ്റ്റ് ഒരു സീലിംഗ്. ഗൾഫിലോട്ട് അച്ചാറുകൾ കൊണ്ടുപോകുന്നവർ നമ്മൾ നല്ല രീതിയിലാണ് ചെയ്യുന്നതെങ്കിലും കഴിവതും സ്റ്റാൻഡിങ്ങിൽ തന്നെ വെക്കാൻ നോക്കണേ. ഇങ്ങനെ വെക്കാന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ അങ്ങ് വെക്കാമെങ്കിൽ അതാണ് ഏറ്റവും സേഫ്. ഇതാ ഈ ബോക്സിൽ വെച്ചേക്കുന്നുണ്ടോ? തുണിയിലൊക്കെ വെക്കണമെന്നൊന്നും ഞങ്ങൾ പറയത്തില്ല. തുണിക്കകത്ത് വെക്കണ്ട, ലഗേജിനകത്ത്. ഇതാ ഇങ്ങനെ തന്നെ അങ്ങ് വെക്കുവാണെങ്കിൽ ഒട്ടും ലീക്കാവാതെ സേഫായിട്ട് കിട്ടും കേട്ടോ. ഇതെല്ലാം അച്ചാറുകളാണ്. അപ്പോൾ അന്ന് രാത്രിയിൽ UK ഓൾറെഡി സാധനം കൊണ്ടുപോയി. അപ്പോൾ അന്ന് രാത്രിയിൽ നമ്മുടെ സൗദിയിലേക്കുള്ള സാധനങ്ങൾ എടുക്കാൻ വന്നതാണ്. ഈ വരുന്നവരെല്ലാവരും പറയുന്നത് എല്ലാ പ്രാവശ്യവും അവരുടെ അമ്മമാർ, വല്യമ്മച്ചിമാരൊക്കെയാണ് അച്ചാറിട്ട് കൊടുക്കുന്നത്. പക്ഷെ ഇപ്പോൾ പ്രായമായി, വയ്യാതായി, അതുകൊണ്ട് ഇപ്പോൾ ബെൻസി ഉണ്ടല്ലോ, ഞങ്ങൾക്ക് സമാധാനം. അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. കാരണം ആ ഒരു അമ്മമാരുടെ കൈപുണ്യം അനുസരിച്ച് നമുക്ക് ശരിയാവുമോ എന്നറിയില്ല. വല്യമ്മച്ചിമാരുടെയും അമ്മമാരുടെയും കൈപുണ്യം എന്ന് പറയുന്ന ഒന്ന് പ്രത്യേകതയാണ്. പക്ഷെ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നതിൽ കൂടുതലും ആൾക്കാർ എൻ്റെ അടുത്ത് പറയുന്ന ഒന്നാണ്, അമ്മ ഇട്ട് തരുന്ന അതേ ടേസ്റ്റ് ഉണ്ട് ബെൻസിന്ന്. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇതും അതുപോലെ തന്നെ അത്യാവശ്യമായിട്ട് വെറും ഒരാഴ്ചത്തേക്ക് വേണ്ടി ലീവിന് വന്നതാണ്. അപ്പം സൗദിയിൽ നിന്ന് തന്നെ എനിക്ക് ഓർഡർ തന്ന എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് പോകുന്നതിൻ്റെ തലേന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അവരും പറയുന്നത് ഇനി ടെൻഷൻ ഇല്ല, ബെൻസി ഉണ്ടല്ലോ, അച്ചാറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനി യാതൊരു ടെൻഷനും ഇല്ല, വിളിച്ച് പറഞ്ഞാൽ എല്ലാം റെഡിയാക്കി വെച്ചേക്കുന്നു. അത് ഓരോരുത്തരും സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾക്ക് വലിയൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് കേട്ടോ. കാരണം നമ്മുടെ അധ്വാനത്തിൻ്റെ ഒരു റിസൾട്ടാണ് ആ ബോക്സിനകത്ത് ഇരിക്കുന്നത്. അത് അവരുടെ കയ്യിൽ സേഫായിട്ട് അവിടെ എത്തിച്ചേരുന്നത് വരെ ഞങ്ങൾക്കും ടെൻഷനാണ്. ദൈവമേ, കിട്ടിയോ, ഇഷ്ടപ്പെട്ടോ, ലീക്കായോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ. എന്നാൽ അവരുടെ ഒരു ഫോൺ കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഒക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമുക്ക് ഇത്രയും നല്ല രീതിയിൽ ചെയ്തു കൊടുത്തത് ഒരു കുഴപ്പമില്ലാതെ കിട്ടിയല്ലോ എന്ന്. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ പോകുമ്പോൾ വലിയ ഒരു പ്രത്യേക ഒരു ഫീലാണ് ഉള്ളിൻ്റെ ഉള്ളിൽ. അപ്പം ഇത് പോയി കഴിഞ്ഞു, അടുത്ത ഉടനെ ഞങ്ങൾക്ക് അടുത്ത പാക്കിംഗ് തുടങ്ങണം. ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരിക്കും. പാക്കിങ്, അച്ചാറിടക്കം, പലരും വരുന്നു, പോന്നു, കാണുന്നു, സംസാരിക്കുന്നു. അതൊക്കെ വലിയൊരു സന്തോഷമാണ് ഇപ്പോൾ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു.